ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പീച്ചിങ്ങ ചാറ് കറിയാണ്. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, സവോള ഒരെണ്ണം വലുതായിട്ട് മുറിച്ചത്, അതേമാതിരി തന്നെ പച്ചമുളക് ഒരു 4-5 ഒരു വലിയ തക്കാളി. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ഈ ചാറ് കറി ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊരക്കയിലും ഉണ്ടാക്കാട്ടുള്ളൂ, നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ്, വലിയ ആർഭാടങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പീച്ചിങ്ങയാണ്. കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് പീച്ചിങ്ങ മുറിക്കുക, അപ്പോഴേ ഇത് കാണുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി അലിഞ്ഞു പോയ മാതിരി ഉണ്ടാവും. എടുത്ത് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നിങ്ങളൊന്ന് മുറിക്കണം. ഇനി നമ്മളിതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് അത് ആ പീച്ചിങ്ങയിലത്തെ വെള്ളത്തിൽ കിടന്നിട്ട് അതൊന്നും ആവട്ടെ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക, പേസ്റ്റ് പോലെ അരയ്ക്കുക. അപ്പോൾ ഈ പീച്ചിങ്ങയുടെ വെള്ളത്തിൽ തന്നെ ഒന്ന് കിടന്ന് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഈ ഒതുങ്ങിയതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് മിക്സിയിൽ ഇനിയും ബാക്കിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് മിക്സിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സി ഒന്ന് നന്നായി കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇത് തിളയ്ക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇപ്പുറത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ബീട്രൂട്ട് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. മട്ടേരി ചോറ്, ബീട്രൂട്ട് ഉപ്പേരി, അതേമാതിരി തന്നെ നമ്മുടെ പീച്ചിങ്ങ ചാറ് കറി. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കിയിട്ടുണ്ട്, നന്നായിട്ട് പീച്ചിങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ആ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിൻ്റെ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പുളിയുടെ ആ ഒരു പച്ചമണം നന്നായിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനൊന്ന് വറുത്തിടുന്നതും വളരെ സിമ്പിളാണ്. കടുക്, ഉലുവ, വറ്റൽമുളക്, ഇത് മാത്രമേ നമ്മൾ കരിവേപ്പില ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ ഉള്ളിയുടെ മണത്തോട് കൂടിയിട്ട്, നന്നായിട്ട് മൂത്ത ഉള്ളിയുടെ മണത്തോട് കൂടിയിട്ട് അതിനെ അങ്ങോട്ട് കൊട്ടിയാലുണ്ടല്ലോ വീട് മുഴുവൻ എന്തായിരിക്കും ഒരു മണം അറിയോ. ഇങ്ങനത്തുള്ള ചാറുകറിയൊക്കെ എപ്പോഴും നമുക്കൊരു 2 ദിവസത്തേക്കൊക്കെ സുഖമായി പോവും. അതായത് എന്താ പറയുക, ഒന്ന് നീട്ടി വെച്ചാലുണ്ടല്ലോ നല്ല പെട്ടെന്നാവുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വറവ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അതിനെ ഓഫ് ചെയ്യൂലേ. അല്ല, ഇതൊന്ന് കിടന്ന് തിളയ്ക്കണം. ആ ഒരു വറവിൻ്റെ കൂടെ കിടന്ന് അത് തിളയ്ക്കുന്ന സമയത്താണ് അതിന് കറിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇത് വരിക, ആ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. മട്ടരി ചോറായതുകൊണ്ട് കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചോറ് എടുത്തു കഴിഞ്ഞു, ബീട്രൂട്ട് ഉപ്പേരി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ചാറ് കറി അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ടുള്ള രീതിയിൽ, നിങ്ങൾക്കറിയാലോ എനിക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല, നല്ലോണം കൂട്ടി ഉണ്ണാൻ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ അറളം പറളെന്ന് വെച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ വരൂ നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം പീച്ചിങ്ങ ചാറ് കറി. നല്ല അസല് പീച്ചിങ്ങ. എനിക്കറിയാം ഇങ്ങനെ കുളിപ്പിച്ച പോലെ കഴിക്കണമെന്ന്. എനിക്ക് കൂട്ടാൻ അറളം പറലെന്ന് ഇഷ്ടമല്ല. അസം അപ്പോൾ നിങ്ങളും ഈ ചാറുകറി ഉണ്ടാക്കി നോക്കുക. വെരി സിമ്പിൾ ലഞ്ച്.
ഞാൻ പറഞ്ഞ മാതിരി ചൊരക്കയിലും ചെയ്യാം. ഞാൻ കഴിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. Till then, take care and bye-bye. Winnie's Kitchen.